ഇന്ന് ശബരിമല സ്ട്രോങ് റൂമിന്റെ പരിശോധന കൂടി നടക്കുന്ന ഒരു ദിവസമാണ്. ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്തേക്ക് തിരിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിക്കാണ് സ്ട്രോങ് റൂമിൽ പരിശോധന നടക്കുക. സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്വത്ത് വിവരങ്ങളുടെ കണക്കുകളാകും പരിശോധിക്കുക. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി എത്തിച്ച ദ്വാരപാളികൾ നാളെയാവും പരിശോധിക്കുന്നത്. തിങ്കളാഴ്ച ആറന്മുളയിലെത്തി ശബരിമലയിലെ പ്രധാന സ്ട്രോങ് റൂമും പരിശോധിക്കും. ശ്രീരാജ് ബാബു ആണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കിപ്പം പത്തനംതിട്ടയിൽ നിന്ന് ചേർന്നത്. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇനി സ്ട്രോങ് റൂമിന്റെ പരിശോധനയാണ്, അത് ഇന്നുണ്ടാകുമെന്നറിയുന്നു. എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ സന്നിധാനത്തേക്ക് എപ്പോഴേക്ക് എത്തിച്ചേരും? ഒപ്പം ആരൊക്കെയുണ്ട്? എന്തൊക്കെയാണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ശ്രീരാജ്? സേതു ഇന്നലെ രാത്രി 8:45 തന്നെ അദ്ദേഹം പമ്പയിലെത്തിയിരുന്നു. ക്ഷേത്രം ശേഷം ഗസ്റ്റ് ഹൗസിൽ താമസിച്ച ശേഷം അല്പസമയം മുൻപാണ് അദ്ദേഹം സന്നിധാനത്തേക്ക് തിരിച്ചത്. 11 മണിയോടുകൂടി തന്നെ സന്നിധാനത്ത് സ്ട്രോങ് റൂമിൻ്റെ പരിശോധന ആരംഭിക്കും. അദ്ദേഹത്തോടൊപ്പം തിരുവാഭരണ കമ്മീഷണറും വിജിലൻസ് പ്രതിനിധിയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറും സ്പെഷ്യൽ കമ്മീഷണറും അദ്ദേഹത്തോടൊപ്പം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തിരിച്ചിട്ടുണ്ട്. 11 മണിയോടുകൂടി തന്നെ ഈ സ്ട്രോങ് റൂമിൻ്റെ പരിശോധന ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി ലഭിച്ചിട്ടുള്ള അമൂല്യമായിട്ടുള്ള വസ്തുക്കളുടെ എല്ലാം തന്നെ കണക്കുകൾ പരിശോധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തൂക്ക വ്യത്യാസമടക്കം വന്നു കഴിഞ്ഞാൽ അതിലും കൃത്യമായ പരിശോധന ഉണ്ടാകും. ഈ വഴിപാടായി ലഭിച്ച വസ്തുക്കളുടെ അടക്കം പരിശോധന കൃത്യമായി നടക്കും. ഈ സ്ട്രോങ് റൂമിൽ ഈ വസ്തുക്കളെല്ലാം സുരക്ഷിതമാണോ എന്നുള്ള കാര്യവും അടക്കം പരിശോധിക്കും. അതിനു വേണ്ടിയിട്ട് ഗോൾഡ് സ്മിത്ത് പരിശോധനയ്ക്ക് വിദഗ്ധരായിട്ടുള്ള ആളുകളടക്കം അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അങ്ങനെ ഈ ലഭിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ രേഖകളിലുള്ളതുമായ അമൂല്യ വസ്തുക്കളെല്ലാം തന്നെ ഈ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കുക എന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ദിവസമായാണ് ഈ പരിശോധനകൾ പൂർത്തിയാക്കാൻ നിലവിൽ ആലോചിക്കുന്നത്. ഇന്നും നാളെയും സന്നിധാനത്ത് തുടർന്ന് പരിശോധന ഉണ്ടാകും. നാളെയും പരിശോധന പൂർത്തിയായില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം കൂടി ഒരു ദിവസം കൂടി നീളാനുള്ള സാധ്യതയുണ്ട്. ശേഷം സന്നിധാനത്തെ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ആറന്മുളയിലെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കുക. അത്തരത്തിൽ ആറന്മുളയിലും സമാനമായ രീതിയിൽ ഈ അളവടക്കം കൃത്യമാണോ എന്നുള്ള കാര്യമടക്കം അദ്ദേഹം പരിശോധിക്കും. എന്തായാലും 11 മണിയോടുകൂടി തന്നെ സന്നിധാനത്തെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധന ആരംഭിക്കും. സേതു. ഓക്കെ ശ്രീരാജ്, ശരി. അപ്പോൾ സന്നിധാനത്തെ കാര്യങ്ങളാണ് ഇന്ന് ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്തേക്ക് അദ്ദേഹം എത്തി സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. അങ്ങനെ പരിശോധനകളൊക്കെ തുടങ്ങുകയാണ് ശബരിമലയിൽ സ്വർണ്ണപ്പാളി വാദവുമായി ബന്ധപ്പെട്ട്. നമുക്കറിയുന്ന പോലെ ഇന്നലെ ഈ വിഷയം